അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, വലിയൊരു ലോങ് വീഡിയോ. കാരണം ഇന്ന് ഞാൻ ഉമ്മർത്താട്ടോ നിൽക്കുന്നത്, വേണ്ട ഇവിടെ ആയിട്ട് നിൽക്കുന്നത് രാവിലെ എണീറ്റിട്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു അമ്പലം ഓൾറെഡി ഉണ്ട്, ചിറക്കൽ അമ്പലം നമ്മുടെ തൊട്ടടുത്തുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിൽ കുറച്ചങ്ങോട്ട് പോയ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, പുതുക്കുളങ്ങരക്കാവ് എന്ന് പറയും. അവിടുത്തെ പൂരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇതിനെ പരിപാടികളൊക്കെ പോത്രേ, പിന്നെ വീട്ടിലേക്ക് തറയും പൂതരും അങ്ങനെയൊക്കെ വരുത്രേ. അപ്പം ഞാൻ ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്, 7:30 ആയിട്ടുണ്ട് കേട്ടോ നീക്കുമ്പോൾ. അപ്പോൾ കുറച്ച് വൈകിട്ട് ഇപ്പം രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉറക്കം കണ്ണൊന്നും അങ്ങോട്ട് പോവില്ല. എന്നെപ്പോലെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളാം കേട്ടോ. നമ്മൾ എത്രയൊക്കെ എണിക്കണം എന്ന് വിചാരിച്ച് കിടന്നാലും കണ്ണൊന്നും ഉറക്കം തേജുവിനൊക്കെ ക്ലാസ്സില്ല കേട്ടോ, അവനെ വിടുന്നില്ല. അതാണ് മെയിൻ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനെ എണിക്കും. പക്ഷേ ക്ലാസ് ഇല്ല എന്ന് മനസ്സിലറിയണോണ്ട് തന്നെ എനിക്കങ്ങനെ അന്നില്ലല്ലോ, കുറച്ചും കൂടി 5 മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കൂട്ടാ. അങ്ങനെ നീ 7:30 എത്തിയിട്ടുണ്ട്. മീൻസ് ഇപ്പം 7:30 കേട്ടോ. അതിന് മുന്നേ നീച്ചിട്ടുണ്ടാവും, കാരണം ബാത്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അതായത് മുറ്റം കണ്ടറിയാണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് എന്ന്. അപ്പം ആദ്യമൊക്കെ നമുക്ക് മഴ പെയ്യുമ്പോഴേ, എനിക്ക് മഴ പെയ്തിട്ട് രാവിലെ എൻ്റെ ഉമ്മർത്തേക്ക് വരാൻ ഇഷ്ടമല്ല കേട്ടോ. കാരണം ആകെ ചളി, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയണ്ടായിരിക്കും. ആകെ അവിടെ നിന്ന് ഇങ്ങനെ ചളി കൊലിച്ച് വന്ന് നിലത്തും ഉമ്മർത്തൊക്കെ തെറിച്ച് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ. ആ രാവിലത്തെ മൂടങ്ങോട്ട് പോവും, രാവിലെ ഉമ്മർത്ത് നോക്കുമ്പോൾ. പക്ഷെ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഇപ്പം അങ്ങനെ ചളിയോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല, ഭയങ്കര നീറ്റായിട്ട്. ഇന്നലെ ഞാൻ മുറ്റം ഫുൾ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഫ്രണ്ടും ബാക്കും എല്ലോടും. ഫ്രണ്ട് തന്നെ കുറേ നേരം നിന്നിട്ട് ഞാൻ ക്ലീൻ ആക്കിയത്, കാരണം എല്ലൊക്കെ വീണിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടിട്ട് ഇന്നലെ മഴ പെയ്തിട്ട് മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ മഴയുടെ വെള്ളം വറ്റിയിട്ടില്ല. ഇന്നലെയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് വറ്റിയിട്ടില്ല, അങ്ങനെ കുതിർന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ വെള്ളങ്ങളുണ്ട്. നല്ല രസം നോക്കുമ്പോൾ. അല്ലെങ്കിൽ ഇവിടെ കാക്ക ചളിയും വെള്ളമാവില്ലേ, ഇന്ന് ഇതേ ചളിയും വെള്ളമൊന്നും ഇല്ല കേട്ടോ, നല്ല വൃത്തിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേഗം അടിച്ചോരി തുടച്ചിട്ട് കിച്ചണിൽ കയറണുള്ളൂ. അടിച്ചോരി തുടച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാക്കി കിച്ചണിലെ കാര്യങ്ങളും പിന്നെ പരിപാടികൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇനി ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കാം കേട്ടോ, എന്നിട്ട് ഞാൻ അടിച്ചോരി തുടയ്ക്കാനും. ഇപ്പോൾ ഈ മഴയുടെ അത് കാരണം 7 മണി 7:30 കണ്ടാൽ തോന്നില്ല, കാരണം സൂര്യൻ ഉദിച്ച് വന്നിട്ടില്ല. ഇപ്പോഴും ഒരു 6:45 ഫീലിലാണ് നിൽക്കുന്നത്, ഒരു ഇരുട്ട് പോലെ ആയിട്ട്. ഭയങ്കര ആ മഴ ഒതുങ്ങിയിട്ടുള്ളൊരു ഇതാട്ടോ. അതുകൊണ്ട് നല്ല രസമുണ്ട്, എന്തോ ഭയങ്കര ഒരു രസം ഈ സമയത്ത് നിൽക്കുമ്പോൾ. അപ്പം ഞാൻ അടിച്ചോരി തുടച്ചിട്ട് ബാക്കി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാട്ടാ. വേണ്ട, നേരം വെളുത്ത് വരണ പോലെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അല്ലെങ്കിൽ ഈ ഇവിടെ ആയിട്ട് സൂര്യൻ വന്ന് നിൽക്കാറുണ്ട്, അപ്പം കാണാനില്ല. എൻ്റെ അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞു കേട്ടോ. പക്ഷെ നിമിഷാട്ടിനൊന്ന് വർക്കിന് പോകണം, കുറച്ച് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വരും. അപ്പോൾ വേഗം ചായ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ വേഗം നിമിഷാട്ടിന് മാത്രം ഇട്ടാ നമ്മുടെ ദോശ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ഇഡ്ഡലി ആയിരുന്നു ഞാനൊന്ന് ഉദ്ദേശിച്ചത്, പക്ഷേ ഇപ്പോൾ സമയമില്ല കേട്ടോ. സാമ്പാറൊക്കെ വെക്കണം, പക്ഷെ നിമിഷാട്ടിന് കൊണ്ടുപോകാനുള്ള നേരത്തേക്ക് ആക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വേഗം ഇത് ദോശയും പിന്നെ നിമിഷാട്ടിന് ഈ ചമ്മന്തിപ്പൊടി ഇല്ലേ, നമ്മുടെ പാക്കറ്റ് വാങ്ങാൻ കിട്ടില്ലേ ചമ്മന്തിപ്പൊടി, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മതി പറഞ്ഞു. തേജപ്പനുള്ള ചമ്മന്തിക്കുള്ളതാട്ടോ എരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ചെയ്യട്ടെ. എന്നിട്ട് ഇത് ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി കുളിക്കണുള്ളൂ. ഞാൻ കുളിച്ചിട്ട് വരണം. അപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ കേട്ടോ. ഇതാട്ടെ ദോശ. നല്ല നെയ്യ് വാങ്ങിയപ്പോൾ ചെറിയ ബോട്ടിലാണ് കിട്ടിയത്. ഞാൻ സാധാരണ വലിയ ഇതാട്ടോ വാങ്ങാറ്, കാരണം നമുക്ക് ഇവിടേക്ക് നെയ്യിന് അത്രയും ചിലവുണ്ട്. പക്ഷെ ഇന്നലെ പോയപ്പോൾ അപ്പോൾ 2 ചെറിയ ബോട്ടിൽ വാങ്ങിപ്പോന്നു. ഇതാട്ടോ നമ്മുടെ ചമ്മന്തി. മിനിച്ചേട്ടൻ ചാടിക്കിടൂ. ഇതാ കാപ്പി ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. കുടിക്കും. ഇനി ഞാൻ പോയിട്ട് കുളിക്കുകയാണേ. ഞാൻ വേഗം കുളിക്കാൻ പോവാട്ടോ. ഇനി ബാക്കി കുളി കഴിഞ്ഞിട്ടാണ് കുറച്ച് പണികളുള്ളത്. നേരെ എപ്പോഴും വെളുക്കാത്ത പോലെ ഇല്ലേ, ഇരുട്ട്, ഭയങ്കര ഒരു ഇരുട്ട്. ഇപ്പൊന്ന് മഴ പെയ്യും തോന്നുന്നു. എന്തായാലും നോക്കാം, കുളിക്കട്ടെ. പിന്നെ അത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ. അപ്പോൾ വിൻഷാട്ട് ഓൾറെഡി വിളക്കൊക്കെ കൊളുത്തിയ കാരണം ഞാൻ കൊളുത്തേണ്ട ആവശ്യം വന്നില്ലേ. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നേരെ ചുക്കള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിക്കാൻ പോണേക്കാൻ മുന്നേ. അത് ജഗ്ഗിലാക്കാനാണ് നോക്കണത്. പിന്നെ സാമ്പ്രാണി കത്തിച്ചേക്കുക കേട്ടോ, നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നല്ല സ്മെല്ലാട്ടോ. നമ്മൾ ഈ പട്ടാമ്പിന്ന് ചേട്ടൻ്റെ വാങ്ങണേന് നല്ല സ്മെല്ലുള്ളതാണ്. അപ്പോൾ ഞാൻ ഹോളിലും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ അവിടെ ഓരോന്ന് കത്തിച്ച് വെച്ചോട്ടെ. പിന്നെ ഡെയിലി കത്തിക്കാറില്ലേ. ഗൈസ്, വിൻഷാട്ടൻ പോവാണ് കേട്ടോ.
അപ്പോൾ വിൻഷേട്ടിൻ്റെ പിന്നാലെ കയറുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഗേറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും ഗേറ്റ് അടയ്ക്കില്ല, പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ ആൾത്തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗേറ്റ് അടച്ചിട്ടതാണ്. ചേഞ്ച് ചെയ്തിട്ട് ഭയങ്കര ലൂസ് എനിക്ക് നടന്നത്, ഭയങ്കര ലൂസ്. എന്നിട്ട് ഞാനിവിടെ ബാക്കിലുണ്ടല്ലോ കേട്ടോ ടക്ക് ഇട്ട് കൊടുത്തേക്കുക, എന്നിട്ടും ഇവിടെയൊക്കെ ഷോൾഡറൊക്കെ ലൂസായി പോകും. സൈസ് ഇഷ്യൂ ഉണ്ട് സംഭവം. ഞാനത് എടുത്തിരിക്കുന്നത് എല്ലാട്ടാ, ലാർജ് എടുത്തിരിക്കുന്നത്. പക്ഷെ സാധാരണക്ക് എക്സൽ എടുത്തിട്ട് വരെ ഞാൻ ഷേപ്പ് അടിക്കാറ് പതിവ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എല്ലാം എടുത്തിട്ട് എല്ലാം കുറച്ച് ലൂസ് ഉണ്ട്, എന്തോ ഒരു ഡിസ്കംഫർട്ട്. അപ്പം ഞാനത് ഊരിട്ടിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാ. ഓക്കെ, ഇത് നമ്മുടെ ദേവസ് കുട്ടിക്കത്തെ ഡ്രസ്സാട്ടോ. വീഡിയോ ചെയ്യാനുള്ളത്, അപ്പം വീഡിയോയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിരിക്കുകയാണ്. സംഭവം ഇത് കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ ചുരിദാറുകളൊക്കെ ഇങ്ങനെ ഷേപ്പ് അടിച്ചിട്ടാലേ എനിക്ക് ഇഷ്ടമുള്ളൂ. മറ്റേ ഇങ്ങനെ ലൂസിൽ ചുരിദാറില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ടോ. എനിക്ക് എന്തോ അത്ര കംഫർട്ടായിട്ട് തോന്നാറില്ല. പക്ഷെ ചിലവർ ഇങ്ങനെ ലൂസിലൊക്കെ ഇട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഞാനാണുള്ളത് ഇഷ്ടമല്ല. എനിക്ക് നല്ല ചുരിദാറുകൾ ഇട്ടൊക്കെ നല്ല ഷേപ്പിൽ, ഒരുവിധമൊക്കെ എനിക്ക് ഷേപ്പിലുള്ളതായിട്ട് ഇഷ്ടം. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഏത് ഡ്രസ്സ് ഇടാറുള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സ് ഇടുമ്പോൾ. അപ്പം നമുക്കിനി സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാട്ടോ. അപ്പൊ ഇന്നലെ ജിമ്മിൽ പോയി വരുമ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെ ഞാൻ ഇവിടെ കൊടുത്ത് വെക്കാട്ടോ. ഫ്രിഡ്ജിലേക്ക് ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. പക്ഷെ കുറച്ച് നമുക്ക് ഇന്നൊക്കെയൊക്കെ ഉപയോഗിക്കാൻ വേണമല്ലോ, പിന്നെ എപ്പോഴും ഫ്രിഡ്ജ് തുറക്കണ്ട വെച്ചിട്ട് ഇത് ഇവിടെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു കേട്ടോ. അതായത് ഉപ്പേരിക്കുള്ളതും പിന്നെ വിരിച്ച ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടോ. ഇത് നമ്മുടെ എന്താ പറയാ, വിൻഷേട്ടന് ചോറ് കൊണ്ടുപോയില്ലേ പൊതിഞ്ഞിട്ട്, ആ ഒരു ഷീറ്റാണ് കേട്ടോ. ഈ പറഞ്ഞാൽ ആ ഷീറ്റ് കഴുകിയിട്ട് നമുക്ക് വേണമെങ്കിൽ വിരിക്കാം കേട്ടോ, കാരണം അങ്ങനെ നാശാവണമെന്നില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് മാറ്റിയതാട്ടാ. ഞാൻ സാമ്പാർ വെക്കാൻ പോവാട്ടോ. പരിപ്പും കായും കൂടിയിട്ടാട്ടോ ആദ്യം വേവിക്കുന്നത്. അത് എത്ര കൊന്നൊരു കഷ്ണം ഇട്ടുണ്ട്. പരിപ്പ് ഇത്ര എടുത്തുണ്ട് കേട്ടോ. പരിപ്പ് ഞാൻ എപ്പോഴും കൂടുതൽ എടുക്കാറുണ്ട്. പിന്നെ അതിലേക്ക് ഇതേ വെള്ളം ഒഴിച്ചെടുക്കണോ, ഇതൊന്ന് വേവിച്ചെടുക്കണേ. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നന്നായി പൂവും, അതുകൊണ്ട് ഇത്ര ഒഴിക്കണുള്ളൂ കേട്ടോ. ഇനി ഇത് നേരെ ഞാൻ ഗ്യാസിലേക്ക് വെക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ കഴിച്ച് തീർത്തതാണ് കേട്ടോ ഇത് മുന്തിരി. ഇത് നല്ല ഇഷ്ടമായി മുന്തിരി. ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. വീട്ടിലിപ്പോൾ ഉള്ള കഷ്ണങ്ങൾ വെള്ളരിക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, സബോള, പിന്നെ നമ്മുടെ എന്താ പറയുക മുരിങ്ങക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസ്. പിന്നെ ഇത് തേങ്ങ ചരുകിയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ വെക്കുന്നത്. ചെറുള്ളിയും നമ്മുടെ കറിവേപ്പിലും. സാധാരണ ഞാൻ കായം ഇതിലിട്ടിട്ട് കായം കൂടി വറുത്തിട്ടാണ് മിക്സിയിലിട്ട് അടിക്കാറ്. പക്ഷെ ഇപ്പോൾ കായം ഞാനിന്ന് പരിപ്പിൽ വേവിക്കാൻ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക വറുത്ത്, നമ്മുടെ വെണ്ടയ്ക്കാട്ടോ വറുക്കണത്. ഇനി ഇത് കോരി എടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക് ഇത്ര മതി. കുറച്ച് ഉലുവായിട്ട് എടുക്കുള്ളൂ. നല്ല മണി ഇതിട്ടിട്ട് ഇതൊന്ന് വാടണം. കരിയരുതിട്ട് ഉലുവ. ഇതിങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മളിത് അങ്ങോട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ റെഡ് കളറ് ആവണോട് കൂടിയിട്ട് ഇത് തേങ്ങ ഇടിച്ചു. ഇനി ഇത് കരിയാണ്ട് തേങ്ങ വറുത്തെടുക്കണം നമുക്ക്. ഇതിലേക്ക് ഇനി മുളക് പൊടി മല്ലിപ്പൊടി മാത്രം ഇടുള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല. ഓരോ ടീസ്പൂൺ വെച്ചിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇടും. കുക്കർ നോക്കട്ടെ നമുക്ക്. കുക്കറിൽ ഓക്കെ, കുക്കർ സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കായ അടട്ടാ ഞാൻ നന്നായി ഇളക്കി അടിച്ചു കൊടുക്കും. ഇനി അതിലേക്ക് നമ്മുടെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത്തിരി പുളി വെള്ളം ഒഴിക്കണ്ടേ. എനിക്ക് കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും ഒഴിച്ചു. ഇനി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു 2 വിസിലടുപ്പിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ സെറ്റായിട്ട് വരിക. ഇതാട്ടോ കളറിന് ഇതേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ നേരെ കുക്കറിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങ വറുത്ത് സെറ്റാക്കാൻ നോക്കുക കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂട് വിട്ടതിന് ശേഷം മിക്സിയിൽ അടിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മിക്സി കേടാവും. ഇത് ചൂട് വിടാൻ വെച്ചേക്കാണ്. ഇതിലിതേ വിസിൽ വന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അമരുപ്പേരി ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്.
അതിൻ്റെ ഇടയിൽ നമ്മുടെ തേജപ്പൻ്റെ കുളിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്ത് ഇതേ ആണ്ടിമാർ വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പാട്ടൊക്കെ ഉണ്ടാവേ. കൊടുക്ക് അപ്പൊ ഇതേ പൂരായോണ്ട് തന്നെ ഇങ്ങനെ ആണ്ടിമാരും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഓരോന്നുകൊണ്ട്. പിന്നെ ആ നേരം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം നമ്മുടെ തേങ്ങ അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ചേക്കുക കേട്ടോ. ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുക. പിന്നെ നമ്മുടെ കറിവേപ്പിലേക്കില്ലേ അത് വറുത്തിടുവേ. ഇതിൽ കടുകും ഇതും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് സാമ്പാർ പൊടി കേട്ടോ. അതാ സാമ്പാർ പൊടി ഇങ്ങനെ വറുത്തെടുക്കുക ചെയ്യുക. ഗ്യാസ് ഒന്നെങ്കിൽ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വേഗം ലോ ഫ്ലെയിമിൽ ഇടണം. പൊടി കരിയരുത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറായി റെഡി കേട്ടോ. ഈ പുക പോകണം, നല്ല ക്ലിയർ ആവുള്ളൂ. ഉണ്ടോ? സാമ്പാർ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മുടെ തേജ് ഓടുന്നത് തെയ്യം കണ്ടിട്ടാട്ടോ. തെയ്യക്കാർ ദിവസം ചേച്ചിയുടെ അവിടെ വന്നിട്ടുണ്ട്. അടുത്തത് ഇനി നമ്മുടെ വീട്ടിലേക്ക് വരും. അത് കണ്ടിട്ടാണ് തേജ് ഓടിയേക്കുന്നത്. അവന് ഭയങ്കര പേടിയാട്ടോ. ഒന്ന് ചെറുതായി പേടി മാറിയതായിരുന്നു. പക്ഷെ ഇപ്പൊ അതേ വീണ്ടും പേടിയായിക്കണു. പേടിത്തൊണ്ട കുഞ്ഞി ദോശ, ഒരു കുഞ്ഞി ദോശ. തേജുവിന് 1ാം ക്ലാസ്സിലേക്കാണ് പോണ്. അപ്പോൾ ഒരു കുഞ്ഞി ദോശ ഒരു വലിയ ദോശയും കഴിക്കണം. അപ്പോൾ തേജുവിന് ഇതേ ഒരു കുഞ്ഞി ദോശ ഒരു വലിയ ദോശയും നല്ല അടിപൊളി സാമ്പാറും. കൈ പൊള്ളു, ഞാൻ കൊണ്ടുവച്ചേരാം. അല്ല, അച്ഛണ്ടാക്കി ചമ്മന്തി ഉണ്ട്, വേണോ? മറ്റേ ചമ്മന്തി പൊടി കൊണ്ട് ഇഷ്ടമല്ല? സാമ്പാർ കൂട്ടിക്കോ. ഫാറ്റ് തരാം. ചൂടുണ്ടല്ലോ, അതെന്താ ചെയ്യുക? അങ്ങനെ വയ്ക്കി. അപ്പോൾ ഓക്കെ അല്ലേ? ചമ്മരം പടിഞ്ഞിരുന്ന് കഴിക്കട്ടാ. നിലത്തിരിക്കണം അല്ലെങ്കിൽ അവിടെ ഇരിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ തേജപ്പൻ ചായ കുടിക്കുകയാണ്. അമ്മ ചായ കുടിച്ചത് തേജ് എപ്പോഴും ഇപ്പൊ ചായ കുടിക്കുമ്പോ എന്നോട് ചോദിക്കൂട്ടോ, അമ്മ ചായ കുടിച്ചോന്ന്. ചായ അമ്മ ചായ കുടിച്ചിട്ടില്ല. അമ്മ മറ്റേ സാധനം കുടിച്ച്. ഇതാരെയും നല്ല ശീലം പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ അതൊന്നും. പക്ഷെ കുട്ടി എവിടുന്നോ പഠിച്ചിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞെന്താ? അതല്ല സ്കൂള്, അവിടെ നിന്നല്ലേ പറഞ്ഞു തരേ. പിന്നെ ആണോ? മക്കൾ ഇപ്പൊ വെച്ചിണ്ടേ ഗായ്സ്, നിങ്ങൾ തേജപ്പൻ എന്നോടുള്ള സ്നേഹം കാണുന്നില്ലേ? ഒരു വായ വെച്ച് എടാ കള്ള, അതൊന്നും ഒരു കഷ്ണം കുറയ്ക്കാനുള്ള പരിപാടി ഇല്ലേക്ക് തന്നിട്ട് തേജുവിന്റെ ലേക്കാണല്ലേ? അച്ഛ എന്താ ഇല്ല ക്യാമറ ഓഫ് ആക്കിയിട്ടാ അവനങ്ങനെ കൊടുത്തിട്ട് തിരിഞ്ഞിട്ട് ഓഫ് ആക്കിയ ടൈമിൽ ഒരാളെന്നെ എടുത്ത് ചോദിക്കുക, അമ്മ ചായ കുടിച്ചോ? അപ്പൊ ഞാൻ ഇടയ്ക്കങ്ങനെ ചോദിക്കിട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീണ്ടും ഞാനാണെങ്കിൽ ക്യാമറ ഓഫ് ആക്കി വെച്ചത്. അപ്പൊ നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ട് എന്താ ചോദിച്ചു. അപ്പൊ അമ്മ ചായ കുടിച്ചോന്ന്. ഒരു വായി കുട്ടറേന്ന് കഴിക്കട്ടെ കേട്ടാ. നമ്മുടെ തേജപ്പൻ്റെ കുഞ്ഞി പീസ് ആ കുഞ്ഞു ദോശ ഉണ്ണെടുത്തു. അമ്മയ്ക്ക് വലിയ ദോശ ഒന്ന് മുറിച്ചെന്നാൽ മതി. നീ പറഞ്ഞിട്ടുണ്ടാക്കിയത് അങ്ങനെ. അപ്പൊ ഞാൻ തേജുവിൻ്റെ ഒരു ദോശ കഴിക്കട്ടെ കേട്ടോ. ഒരു കഷ്ണം ദോശ തല്ലേ വായല്ലേ. സൂപ്പറായിട്ട് കഴിക്കില്ലേ? അപ്പം അങ്ങനെ. അപ്പോൾ നിങ്ങളും മക്കളോട് നമ്മുടെ കുട്ടികളോട് പറയാ. നമ്മുടെ തേജ് കണ്ടില്ല, ഇത് ഞാൻ പറഞ്ഞു കൊടുത്തല്ല കേട്ടോ. സീരിയസ്ലി ഞാൻ പറഞ്ഞു കൊടുത്തല്ല. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയൂട്ടോ, ഇങ്ങനെ ചോദിക്കണം, അങ്ങനെ പറയണം. പക്ഷേ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞു കൊടുത്തല്ല കേട്ടോ. ഇപ്പൊ കുറച്ചായിട്ടുണ്ട് കേട്ടോ. അവൻ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ ചോറുണ്ണുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും അമ്മ കഴിച്ചാ, അമ്മ കുടിച്ചാ, അമ്മ രാവിലെ എന്നിട്ട് അവനെ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കുളി ചെയ്തോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. നല്ല കുട്ടിയുണ്ടോ?
പക്ഷെ ഏട്ടയ്ക്ക് നല്ല കുറഞ്ഞ സ്വഭാവം ഉണ്ട്, അത് വേറെ കാര്യം, അതുണ്ട്. അപ്പൊ ഞാന് ഉപ്പേരി ഉണ്ടാക്കട്ടെ ഏട്ടാ, ഇനി അവ അവിടെ ഇരുന്ന് കഴിച്ചോളൂ. എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, ഇത് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തപ്പോ അടിപൊളിയെന്ന് പറയും. വീട്ടിൽ ചോദിച്ചപ്പോ ഞാൻ കൊടുത്തില്ല, ടേസ്റ്റ് ഉണ്ടായിട്ട് ഞാൻ വീടും കൊടുത്തില്ല. സൂപ്പർ, ഒരു രക്ഷയില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്. സാമ്പാർ ഇഷ്ടായിന്നാണ് കുട്ടി പറയണത്. ദോശ ഇഷ്ടായിന്നാ പറയണത്. സാമ്പാർ ഇഷ്ടായില്ല. ഞാൻ ഉപ്പേരി ഉണ്ടാക്കട്ടെ ഏട്ടാ. തൊയിരം തന്നിട്ടില്ല, വിളിച്ചിട്ട് ഒരു ദോശ കൂടി ഉണ്ടാക്കി തരട്ടെ. മതി, രണ്ടെണ്ണം മതി. അതെയാ, ഞാനൊരു സാധനം തുറക്കാണ്ട് കേട്ടോ. അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും എടുത്തതല്ല, വിൻചേട്ടൻ വാങ്ങിയിട്ടുള്ള കേട്ടോ. അതായത് മറ്റു സംഭവമില്ലേ, മറ്റേ സുജിൻ ചേട്ടൻ ചെയ്യണില്ലേ, എന്നിട്ട് ലോക ക്രിസ്ത ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കണത്. അതില് ഇങ്ങനെ അവരുടെ അതിന്ന് പാത്രങ്ങൾ വാങ്ങിയ നറുക്കെടുപ്പില് ഐഫോൺ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വിൻചേട്ടൻ വാങ്ങിയതാട്ടോ ഇത്. ഞാൻ ഇന്നാണ് ഇത് പൊട്ടിച്ച് നോക്കണത്. കാരണം അതെന്താ ഫസ്റ്റ് പ്രൈസ്, വിൻചേട്ടൻ ഫസ്റ്റ് പ്രൈസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് വാങ്ങിയിരിക്കണത്. എന്താ ഇനോവ ക്രിസ്റ്റ ഇല്ല തേജോ? ഇന്നലെ ആയിരുന്നു നറുക്കെടുപ്പ്, മിനിഞ്ഞാന്നായിരുന്നു നറുക്കെടുപ്പ്. തേജ് വിൻചേട്ടനൊക്കെ ഫുൾ പ്രാർത്ഥനയിലായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടണേന്ന് അല്ലേ. ഇത് തേജ് ചപ്പി പോയില്ലേ, കിട്ടിയില്ലല്ലോ. ഒരു ഇനോവ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റ് കേട്ടോ. ഞാനത് അങ്ങനെ എടുത്തിട്ടില്ല, നമുക്ക് ഇതിന്റെ ആവശ്യം വന്നിട്ടാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ, കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു പാനാ. അപ്പൊ എന്തായാലും എനിക്ക് പൊട്ടിക്കണം, തീർക്കരുത് കേട്ടോ പൊട്ടിച്ചിട്ട് ചൂണിന്നാണേ. അപ്പൊ ആയി നല്ല പാത്രം കേട്ടോ കടായി. അപ്പൊ നമ്മുടെ ഉപ്പേരി നമുക്കിന്ന് ഇതിൽ വെക്കാം. മറ്റേത് ഞാൻ മീൻ വറുത്തിട്ട് അങ്ങനെ വെച്ചിരിക്കുക. വിൻചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി പപ്പട്ടെ വണ്ടി കൊണ്ടുവച്ച് താറയും ബോധനും വന്നു. കൊറേ 11:30 ഒക്കെ ആകുമ്പോ വന്നു. പൈസ നല്ല ചെരിഞ്ഞിരിക്കുന്ന വണ്ടി ഭയങ്കരമായിട്ട് ഇതായിട്ടില്ല, പറ്റില്ല അല്ലേ, സ്ട്രെയിറ്റ് ആവണില്ല. ഇൻഷാഡിന്റെ നോവ ക്രിസ്റ്റല ഉപ്പേരി വെക്കണു. ഇൻഷാഡിന്റെ നോവ ക്രിസ്റ്റല ഉപ്പേരി വെക്കണ്. ക്രിസ്റ്റല ഉപ്പേരി വെക്കണ്. ഓ, ഞാൻ അന്നേ പറഞ്ഞതാ ഒന്നുമില്ലാത്തവർക്ക് ആളിക്ക് പൊട്ടിക്കണം കേട്ടോ. ഇത്ര വേണം. ഇതാ തറയുമ്പോൾ അപ്പുറത്തെത്തി. നീ വേറെ വരണ്ടോണാവട്ടോ, ഒരു സെറ്റ് വന്നു പോയി. ഞാൻ കടുക് പൊട്ടിച്ചിട്ടാട്ടോ വെക്കണത്. നമ്മുടെ പച്ചമുളകും പച്ചമുളകും വെളുത്തുള്ളി അല്ലാതെ ഇത് മുളക് പൊടി ഇടാണ്ട് വെക്കില്ല. ഒന്ന് മാറി ചിലപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു കളറിന് ഇങ്ങനെ പച്ച കളറിൽ കാണണത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അതിനാണ് ഞാൻ കുറച്ച് മുളക് പൊടി ഇടും. ഇത് അമരക്കായാണ് കേട്ടോ. ഞാനിങ്ങനെ നീളനെ അരിഞ്ഞേക്കണത്. സാധാരണ എൻ്റെ വീട്ടിലൊക്കെ വണ്ണത്തിലാട്ടോ അരിയ, ഞാനിങ്ങനെ നീളന അരിയും. പയറ് പോലെ തോന്നൂല്ലേ. ദിനോവ ക്രിസ്റ്റ നമ്മളിപ്പോ എത്ര ലോട്ടറി എടുക്കണം? ലോട്ടറി എടുത്തിട്ടൊക്കെ അടിച്ചിട്ടാ വലിയ പ്രതീക്ഷയിൽ എടുത്തൊരു ഇനോവ കിട്ടും. ഞാൻ എന്നോട് പറഞ്ഞു കിട്ടണി പാവങ്ങൾക്ക് കിട്ടട്ടെ. അത്രയും എഴുതി മുട്ടിട്ടും തൂങ്ങാറായിട്ട് നിൽക്കില്ലേ, അവർക്ക് കിട്ടും. നമുക്കിപ്പോ ദൈവം സഹിച്ച് വലിയ കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഞാൻ കടുക് പൊട്ടിക്കട്ടെ കേട്ടോ. ഇതില്ലേ നല്ല പാത്രം ആട്ടോ, എന്തായാലും ഇഷ്ടായി. അടുത്ത പ്രാവശ്യം എടുത്തോ, എനിക്ക് പാത്രങ്ങൾ കിട്ടിയല്ലോ. ഞാൻ പൊട്ടിക്കട്ടെ കേട്ടോ. ട്രൈപോഡ് അവിടെ ഞാൻ പൊട്ടിക്കട്ടെ. ഇവിടെ മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്കതില്ലാണ്ട് പറ്റില്ല, കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. ഇനി ഇതിലേക്ക് ഞാനിത് അരിഞ്ഞു വെച്ചത് ഇതാണ്. എനിക്ക് എപ്പോഴും അതെ കേട്ടോ, നമ്മളിങ്ങനെ പച്ചക്കളറിൽ പയറ് ഇങ്ങനത്തെ പച്ചക്കളറുള്ള സാധനങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കില്ലേ. ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കില്ലേ, ഇലയൊക്കെ നുറുക്കിയിട്ടിട്ട് ചിരട്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ 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 ഇളക്കില്ലേ. എനിക്ക് ആ ഒരു ഫീലാട്ടാ ആ കളറ്. അതാണ് എനിക്ക് ഉപ്പേരിയൊക്കെ പച്ചക്കളറിൽ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അതിനാണ് ഞാൻ ഒരു കളറ് ഇതാക്കണത്. കുറച്ച് മുളക് പൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ തോന്നിക്കുണ്ടോ?
നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ ഉച്ചയ്ക്ക്. അപ്പൊ ഇവിടുന്ന് ഫുഡ് കേൾക്കണു. ഓ, നമ്മുടെ ചെറുക്കിലമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് പോവാ തോന്നുന്നു. 1:30 ആയിട്ടോ. കേൾക്കാണ്ടോ നിങ്ങൾക്ക്? എൻ്റെ ആടയാഭരണങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് കട്ടി ശരിയാവില്ല. അതെ, നമ്മുടെ ചെറുക്കിലമ്പലാട്ടോ. നമ്മുടെ അമ്പലമാണ് ഈ കാണണത്. ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് എഴുന്നള്ളിപ്പ്. ഇത് നമ്മുടെ സുധ ചേച്ചിയുടെ തറവാടാട്ടോ. ഇവിടുന്നാണ് നമ്മളന്ന് വീഡിയോസൊക്കെ എടുത്ത്. ഇത് സുധ ചേച്ചിയുടെ വീട്. നമ്മുടെ വീടിൻ്റെ ബാക്കിലാട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്കിലേക്കായിട്ടാണ് അമ്പലം കേട്ടോ. കണ്ടോ, കാണാണ്ടോ? ഇതാ കൊട്ടി തേച്ചോ കളിക്കറ കളിക്കറ. ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ വേഗം. മുളക് വറുത്തിട്ടുണ്ട് കേട്ടോ ഞാന്. ഇതിൽ മുളക് വറുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം കാച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ. പപ്പടം കാച്ചിട്ടുണ്ട്. ചോറ്, സാമ്പാർ, ഉപ്പേരി ഒരു പാത്രത്തേക്ക് ആക്കാണ്ട്. പിന്നെ എല്ലാവരും ഇത് കൊണ്ടേക്ക് ചേട്ടൻ കൊണ്ടയ്ക്കും ഒക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്ന് കൊണ്ടുവച്ചാൽ മതി. സാമ്പാർ ഞാൻ കൊണ്ടുവരാം, ചിലപ്പോൾ തട്ടിപ്പോവും. എന്തത് 4 ഇന്നടുത്ത കൊണ്ടോക്കോ. കൊണ്ടുപോ. അപ്പൊ ഗൈസ് കുറെ പേര് ചോദിക്കുന്നതാണ് ഈ പാത്രം എന്ത് ഇങ്ങനെ, ഈ കളർ എന്ത് ഇങ്ങനെയെന്ന്. ഇതൊക്കെ അറിയില്ല. അത് അമ്മ വാങ്ങി തന്ന നമ്മുടെ വീട് വെച്ച ടൈമിൽ വാങ്ങിയ പാത്രമാണെന്ന് കേട്ടോ. പക്ഷെ ഇത് ഫസ്റ്റ് ടൈമിൽ ഓയിൽ ഒഴിച്ചിട്ട് പപ്പടം കാച്ചിയതാണ്. ആ കാച്ചലില് ഓയിൽ പോലെ ഇവിടെ ഇങ്ങനെ കറ ഈ സാധനം അവിടെ പിടിച്ചു. ആ കളറും എത്ര അടിച്ചിട്ടും പോകില്ല. എൻ്റെ അമ്മ വന്നിട്ട് 2 വട്ടം ഉറച്ച് തേമ്പി പാത്രമായിട്ടത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പപ്പടം കാച്ചാൽ മാത്രമായിട്ട് ഈ പപ്പടം കാച്ച മുളക് വറുക്കുക, ഈ 2 കാര്യത്തിന് മാത്രം ഈ ഒരു ഇത് എടുക്കും. യെസ്, പപ്പടം കാച്ചി തന്നെയാട്ടോ. കണ്ടോ, അന്ന് എണ്ണ, അതായത് എണ്ണ സൈഡിൽ കൂടെ പോയിട്ട് ഇങ്ങനെ കത്തില്ലേ, എണ്ണ സൈഡിലായാൽ നമുക്ക് ഗ്യാസിന്റെ ഇവിടുന്ന് കത്തില്ലേ, അതേപോലെ കത്തിയിട്ട് ആ എണ്ണയും കൂടി ഇതായിട്ടാണ് ഇത് ഇവിടെയൊക്കെ കളർ വന്നിരിക്കുന്നത്. കണ്ടോ, അല്ലാതെ ഈ പാത്രം കഴുകാണ്ട് ഉപയോഗിക്കുന്ന പാത്രമല്ല, അത് കഴുകണ പാത്രം തന്നെയാണ്. കഴുകാണ്ട് ഇപ്പം ഒരു പാത്രം ഉപയോഗിക്കില്ലല്ലോ. അങ്ങനെയാണ് ഇത് ഇവിടെയൊക്കെ. കണ്ടോ, ഈ കളർ ആടുന്നു പാത്രത്തിന്. ഒരു മിനിറ്റ്, ഈ കളർ ആടുന്നു പാത്രത്തിന് ശരിക്കും ഫുള്ളായിട്ടുള്ള കളറ്. അത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ അശ്രദ്ധ മൂലം ഉണ്ടാവില്ല, എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ പുകയുക, അങ്ങനെ പുകഞ്ഞിട്ട് എണ്ണ ഇത് കൂടെ ആയിട്ട് ഇവിടെ കൂടെ അങ്ങനെ ഈ പാത്രം ഒന്ന് ഇങ്ങനെ കത്തി ഉണ്ടാടുന്നു. അതിൽ അതാ വരുന്നു. അതിലാണ് കുറെ പേര് ഈ പാത്രത്തിന് കുറ്റം പറയാറുണ്ട്. അതിൽ വന്നതാണ് ഈ കളർ. ഈ കളർ എത്ര ഇതാക്കിയിട്ടും പോണില്ല. ഞാൻ കുറേ സാധനങ്ങൾ വെച്ച് ഉടച്ചിട്ടുണ്ട്. അങ്ങനെ ഉടച്ചിട്ടാണ് ഇത്രയ്ക്ക് ഇങ്ങനെ അയക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യും തോറും ആ കളർ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാനിത് പപ്പടം കാച്ചിയ മുളക് വറുക്കുക, അതിന് മാത്രമാണ് ഈ സാധനം എടുക്കാറ്. കണ്ട, ഈ കാതൊക്കെ അങ്ങനെ കത്തില്ലേ, അങ്ങനെ ആയതാ. പക്ഷെ ഇങ്ങനെ ആക്കിയെടുത്തത് എങ്ങനെയാ ചിക്കനറിയില്ല. അമ്മ വന്നിട്ടാണ് കുറച്ച് എങ്ങനെ ആക്കിയത്. കളയാൻ തോന്നുന്നില്ല പാത്രം. അപ്പോൾ പപ്പടം കാച്ച മുളക് വറുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന പാത്രമാണ് ഇത് കേട്ടോ. എപ്പോഴും കുറേ പേര് പറയുന്ന ഒരു കാര്യമാണത്. പേര് ഇതാട്ടോ. ഞാൻ ഇത്രയ്ക്കുണ്ട്. തേജുവിന് ഞാൻ ഇന്നലെ രാത്രി മീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളിന്ന് ഇവിടെ വറുത്തിട്ടില്ല, പക്ഷെ ഇന്നലത്തെ രാത്രിത്തെ തേജപ്പിനെ മൂടി വെച്ചത്. അത് കുട്ടിക്ക് മാത്രം മീമിയോ വേണ്ട. വെളുത്തുള്ളി അച്ചാറ് വലിയ താല്പര്യമില്ല. അതെയോ, സ്കൂളിൽ നിന്നോ ചോദിക്കില്ലേ നീ വേണമെങ്കിൽ? അത് കൊറേ കുട്ടികളില്ലേ, അതുകൊണ്ടാണ്. കുറച്ച് സാമ്പാർ ഒഴിച്ച് കഴിക്കുക, ചോറ് മാത്രല്ല ഉപ്പേരിയൊക്കെ കൂട്ടി കഴിക്കുക. കഷ്ണം വേണ്ട, കഷ്ണം വേണ്ട, ചാറ് ചാറ് മതി. ഇനി എല്ലാവരും ഫുഡ് കഴിക്കട്ടെ ഗായ്സ്. ഫുഡ് കഴിച്ചിട്ട് കാണാം. ആരേനെ ചേട്ടാ അച്ചാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അച്ചാർ എടുത്തിട്ടില്ലേ, ഞാൻ ഇതൊക്കെ എടുത്തേക്കണം.
പിന്നെ പെട്ടെന്ന് തന്നെ ഉച്ചത്തെ ഫുഡ് അടി കഴിഞ്ഞു. ഇനി വൈകിട്ട് നമുക്ക് പൂരപ്പറമ്പിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വെയിലാറിയിട്ട് പോകാന്നുള്ളൊരു പ്ലാനാണ്. പിന്നെ കഴിച്ച് കഴിഞ്ഞ് മേശയും കാര്യങ്ങളൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കി ഒരു ഉച്ചമയക്കം എന്ന് പറയാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ഇത് ഇങ്ങനെ TV കണ്ടിട്ട് ഹോളിലാട്ടോ ഞങ്ങൾ കിടന്നത്. അപ്പോൾ വിൻഷേട്ടെ നമ്മുടെ ഹരികൃഷ്ണൻസില്ല ഫിലിം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കാട്ടോ. വിൻഷേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. വിൻഷേട്ടൻ ഭയങ്കര ശരിയാട്ടോ ഓരോ സീൻ വരുമ്പോഴും. എനിക്കാണെങ്കിൽ ഇങ്ങനെ സിനിമ കണ്ട് കിടക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും, പ്രത്യേകിച്ച് ഒരു ഉച്ച സമയം കേട്ടോ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ് കേട്ടോ. വിൻചേട്ടൻ പിന്നെ സിനിമയിൽ മുഴുകി അങ്ങനെ ഇന്ന സമയമൊന്നുമില്ല. വിൻചേട്ടന് വെറുതെ ഇരിക്കുന്ന ടൈമൊക്കെ വല്ല ഫിലിം എന്തെങ്കിലും പഴയതൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കാണും കേട്ടോ. പിന്നെ ഞാൻ എനിക്കണത് ഇതേ കൊട്ടും ബഹളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അടന്നു എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കുറേ ആനകൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഉറക്കത്തുനിന്ന് ചാടി എനിക്കണത്. ഓനെ താ നോക്കുക. അല്ല അവിടെ ഞാൻ ഓടുന്നുണ്ട്. സൂര്യൻ ആലപ്പുറത്തിരിക്കുന്ന ആളേ നോക്കി ഓടിച്ചതാ. ഇവിടെ മാത്രം നിൽക്കണ്ടായിരുന്നല്ലേ. അപ്പൊ ഞാൻ വന്നപ്പോഴേ പിന്നെ കണ്ടില്ല. നമ്മളിപ്പോൾ കൊട്ടിൻ്റെ പിന്നാലെ പോയില്ല കേട്ടോ. കാരണം നല്ല വെയിലായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര മടി തോന്നിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി ഇരുന്നൊന്ന് വെയിലിങ്ങനെ ഒതുങ്ങിയില്ല. ഒരു 5 മണി 5:30 ആകുമ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് AC ഒക്കെ ഇട്ട് കിടന്നു കേട്ടോ. വേറെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് തന്നെ. എൻ്റെ ഉറക്കം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു കൊട്ടും ബഹളം കൂടി വന്നപ്പോൾ ഉറക്കമൊക്കെ ഏതോ ഒരു വഴിക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കിടന്ന് ഞാനും തേജും വിൻഷാനും കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞി സ്വർഗത്തിൽ കിടന്നിട്ടുള്ള വർത്താനാണ് കേട്ടോ. നമ്മൾ അമ്പലത്തേക്ക് പോവാട്ടോ. അതായത് പൂരം കാണാൻ പോവുകയാണേ. വിൻഷാട്ടിന്റെ വിളക്കൊക്കെ കൊളത്തിയിട്ടുണ്ട്. ഈ വാടക്കട്ടെ. ഈ ഒരു 5:30 കഴിഞ്ഞ നേരത്തെ ഇറങ്ങുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ വെയിലുണ്ടായിരിക്കില്ല, എന്താ വെളിച്ചം ഉണ്ടായിരിക്കും. നല്ലൊരു ക്ലൈമറ്റ് ആട്ടാ. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നേരം നോക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സുധ ചേച്ചി അവരൊക്കെ നേരത്തെ പോയിണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ തന്നെയായിരുന്നു ഗീത ചേച്ചി ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഗീത ചേച്ചിയോട് സംസാരിക്കുകയാണ്. അവർ പതുക്കെ നടന്ന് വരികയെന്നായിട്ട് എന്നോട് ഇങ്ങനെ പറയണത് നിന്നിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോയിട്ട് വരാം. വിൻഷാട്ടിന്റെ വണ്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നല്ല തിക്കായിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ വേഗം പോട്ടെ കേട്ടാ. സുധേച്ചൊക്കെ നേരത്തെ പോയിക്കണു. ഗീതേച്ചൊക്കെ ഇത് ഇറങ്ങണുള്ളൂ. സത്യം പറഞ്ഞ അമ്പലത്തേക്ക് നടന്നു പോകാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയായി. എല്ലാവരും പൂരപ്പറമ്പിക്കാൻ പോകുന്നത് കണ്ടോ. വെള്ളം വറ്റി ആന നിന്നിട്ടുണ്ട്. ഇതേയാണ് മറ്റേ എഴുന്നള്ളിപ്പ് നേരത്തെ പോയിരുന്നില്ല കുത്ത്. അതിൻ്റെ ഗാങ് ഓഫ് അമ്പലവട്ടം. ഇത് അമ്പലത്തിൻ്റെ ഇവിടുത്തെ ആൾക്കാരുടെ തോന്നുന്നു. പോണു ഹരിത ഇല്ല. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇതേ കുറച്ച് ബാക്കിലേക്ക് നീക്കിയിട്ടാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നടന്നിട്ട് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ വലിയ തിരക്കൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ മിൻഷാട്ടിനോട് പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് വണ്ടി കൊണ്ടുപോകാമെന്ന്. പക്ഷെ നടക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി ഇതവിടെ വെച്ചിട്ട് കുറച്ചധികം അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഫ്രണ്ടിലെ എന്തെങ്കിലും പറയണം കേട്ടോ.
പിന്നെ ഇത് നമ്മുടെ തേജുവിന്റെ ഫ്രണ്ടായിട്ട് അവരെ കണ്ടപ്പോൾ ഓടി വന്ന. പക്ഷെ ഇവന് എന്തത്ര നാണം ചോദിച്ചറിയില്ല. ഡെയിലി കണ്ട പിള്ളേരാണ്. പക്ഷെ അവന് പുറത്തുനിന്ന് അവരെ കണ്ട ഭയങ്കര നാണാട്ടെങ്കിലും വിളിച്ചു നിൽക്കും. ഇവനാണെങ്കിൽ ഇതേ ഇവന് തേജു എന്നൊക്കെ ഒന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അവനെ എന്തൊക്കെയോ ചോദിക്കുമ്പോൾ നാണം കുടുങ്ങിയിട്ട് ഞങ്ങളുടെ മുമ്പിലായിട്ട് അവന് സംസാരിക്കാൻ ഭയങ്കര ചടപ്പ്. അത് എന്താ വെച്ചാൽ ഇപ്പോഴും അറിയില്ലേ. പിന്നെ ആദ്യം തന്നെ ആനപ്പൂരമാണല്ലോ. അപ്പോൾ അത് കയറ്റിയിട്ട് ആനപ്പൂരം കഴിഞ്ഞിട്ട് ആനകളൊക്കെ പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആനപ്പൂരം കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു പകുതി സമാധാനമാണ്. എനിക്ക് ഭയങ്കര പേടിയാട്ടോ ആന അങ്ങനെ ഇടയോ എന്നൊക്കെ പറയില്ല അത്. അപ്പോൾ ഞാൻ തേജുവിനെ പൊക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കണുണ്ടായിരുന്നു. പിന്നെ അവിടെ അതേ വിൻഷാൻ്റെ ഫ്രണ്ട്സ് കേട്ടോ, കുട്ടേട്ടനും കണ്ണനും നിൽക്കുന്നുണ്ട്. വിൻഷാട്ട് അത് വീഡിയോ എടുക്കുമ്പോഴാണ് അവരെ കണ്ടേക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ അടുത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ രണ്ട് സൈഡിലായിട്ടാണ് നിൽക്കണത് കേട്ടോ. അത്യാവശ്യം കുറച്ച് കുഞ്ഞു തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവരുടെ അടുത്തേക്ക് എത്തിയിട്ടാ. പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്തോട്ടെ. തേജുവിന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കുട്ടേൻ്റെ ഉണ്ണിയാണ്. അപ്പോൾ അവന് പറഞ്ഞാൽ വാങ്ങി കൊടുത്തോട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ട് അങ്ങനെ മാലബൾബൊക്കെ തൂക്കിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. നമ്മൾ ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് ഷൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടൊക്കെയാണ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ മുന്നേ. ഇപ്പോൾ കുറച്ചായിട്ട് കേട്ടോ വന്നു. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട സൂര്യനൊക്കെ പോയി രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നല്ല രസമാണ്. പിന്നെ വിൻഷാട്ടിൻ്റെ ചേട്ടനും ഉണ്ണിയോളും അച്ഛനും അമ്മയ്ക്ക് ഇത് ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ചേട്ടനും ഉണ്ണിയിട്ട ചെറുതായിട്ടാണ് വിൻഷാൻ്റെ ഉള്ളത്. അങ്ങനെ തേജു ആണെങ്കിൽ അവനെടുത്ത് കണ്ടപ്പോൾ തേജുവിന് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. തേജുവിന് പേരുള്ള സ്വഭാവമാണ് കേട്ടോ വിൻഷാട്ടിന്. അല്ലെങ്കിൽ ആരായാലും ആരുടെങ്കിലും വേറെ ഒന്ന് ഇതാക്കണ കണ്ടാൽ അവൻ അങ്ങനെ ചിണുങ്ങി വരികയെ. അപ്പോൾ പൂരങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ സെറ്റായിട്ട് കയറണമുണ്ട്, ഓരോരോ സെറ്റായിട്ട് ഇറങ്ങണമുണ്ട് കേട്ടോ. പിന്നെ വിൻഷേട്ടത് ഐസ്ക്രീം വാങ്ങാട്ടോ. ചേട്ടനാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് വൈകിട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ എന്താ പറയുന്നത്, വിൻഷേട്ടത് അച്ഛനും അമ്മയ്ക്കൊക്കെ ഐസ്ക്രീം വേറെ കുറച്ച് ഉണ്ണി വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ണികൾക്ക് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതാട്ടോ അവിടെ നിന്ന് വാങ്ങുന്നത്. എനിക്ക് പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ വിൻഷാൻ്റെ ഫ്രണ്ട്സും ഇതേ പിള്ളേരുണ്ട്, അവർക്കും എല്ലാവർക്കും വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പം ഇതാണ് കേട്ടോ വിൻഷാൻ്റെ ചേട്ടൻ്റെ വൈഫ്, അതായത് എൻ്റെ ഏട്ടത്തിമ്മ എന്നൊക്കെ പറയില്ല ആള്. ഞാൻ മുമ്പ് വീഡിയോസിൽ കാട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി എപ്പോഴും ഇങ്ങനെ കാട്ടാറില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ മാത്രമേ ഞാൻ കാട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഐസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ മാത്രം കഴിച്ചില്ല. ഞാനിങ്ങനെ വെള്ളം ഇറക്കി നിൽക്കുകയായിരുന്നു. അല്ല കേട്ടോ, വെറുതെ കേട്ടോ, കഴിച്ചില്ല. ഒക്കെ കഴിക്കാനും തോന്നിയില്ല കേട്ടോ. അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോക്ക്. കുട്ടേൻ്റെ കുട്ടിയോ തേജുവിന് കൊടുക്കണ്ട. തേജു രണ്ടെണ്ണം കഴിച്ചില്ല. മതിയിട്ട് തേജുവോ? ആ വേണ്ട. തേജു ആണെങ്കിൽ ഓൾറെഡി 2 ഐസ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ കൂടി കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിൻഷേട്ടൻ്റെ ഒരു കടി കടിച്ചിട്ടാണ് ഇപ്പം നിൽക്കണത്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പെന്ന് കേട്ടിട്ടില്ലേ? ഇത് ആളൊഴിയാറായ പൂരപ്പറമ്പാണ് കേട്ടോ. ഏകദേശം പൂരൊക്കെ ഒതുങ്ങി നമ്മളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരും കൂടി വന്നപ്പോൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞു നിന്ന് അങ്ങനെ നിന്നു കേട്ടോ. ജിംബ്ര ഐസുമായിട്ട് ഓടിക്കുക. ജിംബ്രയിന്ന് ഓടി
ഇത് നമ്മുടെ കുട്ടേട്ടൻ, ഞങ്ങൾക്ക് ഇങ്ങ കുട്ടേട്ടൻ, മേട്ട കുട്ടേട്ടൻ, കാട്ടുണ്ണി, രാധു, രാധാമണി. ഞാനാണെങ്കിൽ കുറച്ച് തിരക്കിൽ പെട്ടുവിട്ടു. അതായത് നമ്മുടെ ഒരു കുഞ്ഞ് സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുറച്ച് നേരം കൊണ്ട് എൻ്റെ അടുത്ത് കുറേ വിശേഷങ്ങൾ ആള് പറഞ്ഞു. തേജൂരാണെങ്കിൽ ഇതേ പിള്ളേരെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ കളിയും കാര്യങ്ങളും പൊളിച്ച് ഇരുന്നാ തൊടുക, അല്ല ഇരുന്നാ തൊടാൻ പാടില്ല, എനിക്കെന്നാ തൊടണം, അങ്ങനത്തെ ഒരു കളിയായിട്ടാണ് കളിക്കണത്. പിന്നെ നമ്മൾ പതുക്കെ തിരിച്ചു പോന്നു കേട്ടോ. അവര് വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ, അച്ഛനും അമ്മയൊന്നും. അവരവിടെ തന്നെ നിൽക്കുകയായിരുന്നു അമ്പലത്തിന്റെ അവിടെ. നമ്മൾ പതുക്കെ പോന്നു. നമുക്ക് പിന്നെ ആറങ്ങോട്ട് വരെ പോകണം, ഒരാവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, അപ്പോൾ അത് വാങ്ങണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാച്ചിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു വിട്ടാ. പിന്നെ നമ്മളൊക്കെ ഒരു ഏരിയ ആണ് കേട്ടോ. കുറേ പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് വിൻചാൻ്റെ വീട് എവിടെയാണ്, വിൻചാൻ്റെ വീട് എവിടെയാണ്. വിൻചാൻ്റെ വീട് നമ്മുടെ വീടൊക്കെ ഒരു സ്ഥലത്ത് തന്നെയാട്ടോ, ഒരേ ഏരിയയിലാണ്, ഒരേ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ പൂരും എല്ലാ വിശേഷങ്ങളൊക്കെ ഒരുപോലെയാണ്. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടൊരു വീട് വെച്ചു എന്നുള്ളൂ, പക്ഷെ നമ്മൾ ഒരേ നാട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും എല്ലാം ഒന്നാണ്. അങ്ങനെ നമ്മൾ വന്ന ആവശ്യം തീർത്തതിന് ശേഷം നമ്മളിത് ആറങ്ങോട്ടുകാര ഫുഡ് കഴിക്കാച്ചിട്ട് കയറിയിട്ടൊന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഞാൻ പാൽക്കപ്പ കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ഗുരുവായൂർ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കേട്ടിട്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. പക്ഷേ പാൽക്കപ്പ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസും പിന്നെ എന്തൊക്കെയോ നൂൽ പൊറാട്ട അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴിക്കാട്ടോ ചെയ്ത്. ഫുഡ് കഴിച്ചിട്ട് ഇതേ പോവാൻ നോക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല രസമായിട്ടോ, കുറേ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഒരു വ്യൂ ഉള്ള ഒരു സ്പോട്ടിലായിട്ടോ ഈ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ വണ്ടി എടുത്തിട്ട് നമ്മളിതേ വേഗം വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സമയം അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടൊന്നുമില്ല കേട്ടോ, 9 മണിക്കായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് തന്നെ അമ്പലത്തിൻ്റെ അതിനെയാണ് പോവുക. അതുകൊണ്ട് ഇതേ ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ചിട്ടേ പൂരത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കൺകുളിർക്കെ കണ്ടു പോവാണ്. പിന്നെ നമ്മുടെ വീട് വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് നല്ല രസമാണ്. നമ്മൾ വീട് എത്താറായിട്ടോ. നമ്മുടെ കുളം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുളാട്ടോ. ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പടിക്കലൊക്കെ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. മീൻസ് നമ്മുടെ വീടിൻ്റെ പടിക്കൽ റോട്ടിൽ കേട്ടോ. ഇത് കുളാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രിയും ഈ പൂരും അടുത്തടുത്താ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസത്തെ ഗ്യാപ്പിൽ. അതുകൊണ്ട് നമുക്ക് ശിവരാത്രിക്കൊക്കെ ഇവിടെ അങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ശിവരാത്രി കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാ പൂരം വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ ആൾക്കാരിക്കുന്നുണ്ട് കേട്ടോ. അമ്പലം കേട്ടോ. ഇവിടുന്ന് ഇതേ കുറച്ചുള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അമ്പലം കഴിഞ്ഞ് ഇങ്ങനെ പോയി ഇതേ നേരെ പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ വീടായി. ഇവിടെയൊക്കെ എല്ലാവരും എന്തോ ചെയ്യുന്നുണ്ട്. ഇതേ തിരിയണു അമ്മേ, അവിടെ ഒരു ഹമ്പുണ്ട്. അങ്ങനെ അതേ നമ്മുടെ വീട് തിരിക്കുന്നു ഗായ്സ്. നമ്മളെന്താ മാല വെളുപ്പ് തൂക്കാ, ഇവരൊക്കെ മാല വെളുപ്പൊക്കെ തൂക്കിയിട്ടല്ലോ. സുഖേച്ചി മീനേച്ചൊക്കെ നമ്മുടെ വീടെത്തി ഗായ്സ്, നമ്മുടെ വീടെത്തി. ഇറങ്ങാം വിൻഷേട്ടൻ. ഞാൻ ലൈറ്റ് അടയ്ക്കാനല്ലേ. നിക്ക് കണ്ട അവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എന്നും ഇങ്ങനെ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്ത് രസാലേ റോഡിലൊക്കെ. ഹായ്, നല്ല രസമുണ്ട്. എന്നും ഇങ്ങനെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇവിടെയും കൂടി ഒരു വീട് വന്നാൽ നല്ല രസമായി, എല്ലാം കൊണ്ടും എന്ത് രസമായി. ലൈറ്റ് അടയ്ക്കട്ടെ ഏട്ടാ. നമ്മൾ നമ്മുടെ കുടിലിലേക്ക് കയറട്ടെ. അങ്ങനെ നമ്മൾ കുടിൽ പാർത്തിരിക്കുന്നു. സാധാരണ ഞാനെല്ലാം വോയിസ് ഓവർ കൊടുക്കണം, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറയണ കിടികിടി ഒന്നും നിങ്ങൾ കേൾക്കട്ടാവില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചറപ്പറന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ കുറച്ച് പേര് പറഞ്ഞു കേട്ടോ, അങ്ങനെ ഓൺ വോയിസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്, ഒരു നാച്ചുറൽ ടച്ച് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിട്ട് ഇതും ഞാനിങ്ങനെ ഡോർ തുറക്കൽ ചടങ്ങ്. അപ്പോൾ ഗൈസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഡ്രസ്സ് മാറുക, കൈയൊക്കെ കഴുകുക, കിടക്കുക അല്ലേ. നീ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്ന് ഞാനാ വൈൻഡ് അപ്പ് ചെയ്യാം, ഇൻഷാട്ടൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇന്നത്തെ
ഈ അടുത്ത ആള് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്. അപ്പൊ പൂരെല്ലാരും കണ്ട് ആസ്വദിച്ചിണ്ടാവും വിചാരിക്കുന്നു. ഓഹോ സെറ്റ്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ചേച്ചി 2 ഐസ്ക്രീം കഴിച്ചു, ഞാൻ ഒരെണ്ണം. സൂര്യ ഷുഗർ കട്ടായോണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഫുഡ് കഴിച്ചിട്ട് ഡബിൾ കഴിച്ചിട്ടുണ്ട്. ഷുഗർ കട്ട് മാത്രമേ ഉള്ളൂ. ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ടുണ്ടാവൂലേ? ഐസ്ക്രീമും കോളിഫ്ലവറും കഴിച്ചിട്ടുണ്ടോ? നമ്മൾ വീഡിയോ അതിന്റെ ചെയ്യാനായിട്ട് പറഞ്ഞ പോലെ. അപ്പൊ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതാണ് മൈൻഡ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. പറഞ്ഞു ശീലം നമുക്ക് പറ്റണ്ട. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ പറയേ. ബൈ. ബൈ.